പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം. നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ചാരവശാലുള്ള ബുധൻ്റെ മാറ്റവും അത് ഈ 12 രാശിക്കാർക്ക് എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യും എന്ന വിഷയവുമാണ്. ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിശാസ്ത്രത്തിൽ ഏറ്റവും അധികം നൈപുണ്യമുള്ള, സാമർഥ്യമുള്ള, ഏത് പ്രശ്നങ്ങളെയും കൈകാര്യം ചെയ്യുവാൻ പ്രാപ്തിയുള്ള ഒരു ഗ്രഹത്തിൻ്റെ മാറ്റമാണ്. നവഗ്രഹങ്ങളിലും എല്ലാം വളരെ തന്ത്രപൂർവം കൈകാര്യം ചെയ്ത് നിമിഷങ്ങൾ കൊണ്ട് ഫലം തരുന്ന ഒരേ ഒരു ഗ്രഹം മാത്രമേ ജ്യോതിശക്രത്തിലുള്ളൂ. അത് ബുധനാകുന്നു. ബുധ ഫലതസ്തു സർവത. ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ. മറ്റേത് ഗ്രഹങ്ങൾക്കും ഓരോ സമയത്താണ് ഫലം, ഓരോ കാലത്തിലാണ് ഫലം. സൂര്യനും ചൊവ്വയും ആദ്യകാലത്ത് ഫലം ചെയ്യുന്നു, വ്യാഴവും ശുക്രനും മധ്യകാലത്ത് ഫലം ചെയ്യുന്നു, ശനിയും ചന്ദ്രനും അന്ത്യകാലത്താണ് ഫലം തരുന്നത്. ഇവിടെ ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഒരു പ്ലാനറ്റാണ് ബുധൻ. നിങ്ങൾ ശ്രദ്ധിക്കുക, ജാതകത്തിൽ ബുധൻ ബലവാനാണെങ്കിൽ പെട്ടെന്ന് ലോട്ടറി ലക്ക്, ഗാംബ്ലിംഗ്, ഊഹക്കച്ചവടം, ഭൂമിക്കച്ചവടം, അപ്രതീക്ഷിതമായിട്ട് വരുന്ന ലാഭങ്ങളെല്ലാം തന്നെ ബുധൻ്റെ അക്കൗണ്ടിലാണ് ജ്യോതിശാസ്ത്രത്തിൽ ചേർക്കപ്പെടുക. ആ ബുധനായിരുന്നു കഴിഞ്ഞ 60 ദിവസത്തോളം വളരെ ദുർബലമായി തൻ്റെ മീനം രാശിയിൽ, തൻ്റെ നീചരാശിയിൽ ഉണ്ടായിരുന്നത്. അതിന് പലപ്പോഴും ആ ബുധന് മൗഢ്യവുമായിരുന്നു. അതിനാൽ പലർക്കും തൻ്റെ സാമർഥ്യം, യുക്തി, കഴിവ്, വാസനകൾ പ്രകടിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ സംജാതമായിരുന്നു. അതിൽ നിന്നും മാറി ഇതാ ബുധൻ ശത്രുക്ഷേത്രത്തിലാണെങ്കിലും മേടൻ രാശിയിലേക്ക് വരുന്നു. ഈ മേടൻ രാശി ബുധനെ സംബന്ധിച്ചോളം അത്ര അനുകൂലമായ രാശിയല്ല. ബുധൻ്റെ ആശ്രയഫലവും നല്ലതല്ല. മേടൻ രാശി ശത്രു ക്ഷേത്രവുമാണ്. എങ്കിലും ബുധൻ ഫലത്തെ പ്രദാനം ചെയ്യും. അതാണ് ബുധൻ. ബുധൻ സൂര്യനോടുകൂടി ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് ജ്യോതിശാസ്ത്രത്തിൽ ഏറ്റവും ശക്തമായ നിപുണയോഗം പ്രദാനം ചെയ്യുന്നത്. ആ സാമർഥ്യമാണ് ബുധേന നിപുണം ധീകീർത്തി സൗഖ്യാനിതം. ബുദ്ധിയും കീർത്തിയും സുഖവും സൂര്യനും ബുധനും കൂടി ഒന്നിച്ച് വരുമ്പോഴുണ്ടാകുന്നു. പക്ഷേ മാസത്തിൽ പകുതി ദിവസവും ഈ ബുധന് സൂര്യൻ മൗഢ്യം കൊടുക്കുന്നു. അത് ഏകരാശിയിലാണെങ്കിൽ, ഒരേ രാശിയിലാണ് സൂര്യനും ബുധനെങ്കിൽ ആ മൗഢ്യത്തിന് വലിയ പ്രസക്തിയില്ല. 2 രാശികളാണെങ്കിൽ ആ മൗഢ്യം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. പലപ്പോഴും പല കുട്ടികളുടെയും ജാതകത്തിൽ നാം ബുധനെ മറിഞ്ഞു കാണാറുണ്ട്. 12, 8, 6 ഭാവങ്ങളിൽ കാണാറുണ്ട്. പക്ഷേ അവിടെയും ഒരു പ്രമാണമുണ്ട്. മറഞ്ഞ ബുധൻ നിറഞ്ഞ വിദ്യയെ പ്രദാനം ചെയ്യുമെന്ന്. ബുധൻ മറിഞ്ഞു നിൽക്കുകയാണെങ്കിൽ ആ ബുധൻ നല്ല വിദ്യയെ പ്രദാനം ചെയ്യും. പ്രത്യേകിച്ച് 8ാം ഭാവത്തിൽ ബുധൻ നിൽക്കുകയാണെങ്കിൽ അത് ശരിക്കും രാജയോഗമാണ്. ഹോരാചാര്യർ നവഗ്രഹങ്ങളിൽ അഷ്ടമമാണ് ഏറ്റവും ദോഷപ്പെട്ട ഭാവമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. തത്ര അതികഷ്ട അഷ്ടമ. ഏറ്റവും ദുർബലമായ ഭാവമാകുന്നു 8ാം ഭാവം. അവിടെ ശുഭഗ്രഹങ്ങളിൽ നിന്നാലും പാപഗ്രഹങ്ങളിൽ നിന്നാലും 8 അങ്ങേറ്റം ക്ലേശങ്ങൾ ഉണ്ടാക്കുന്നു. സപ്തം ദ്വാദശം അഷ്ടമഞ്ച ഭാവാൻ മുനയോ അനിഷ്ടാൻ വിദുഹു. 6, 8, 12 ഭാവങ്ങളാണ് ജ്യോതിഷത്തിൽ അനിഷ്ടങ്ങളായ, ഇഷ്ടമല്ലാത്ത ഭാവങ്ങൾ. അവിടെ ഏത് ഗ്രഹങ്ങൾ നിൽക്കുന്നു? ആ 6, 8, 12 ഭാവാധിപന്മാർ എവിടെ പോയി നിൽക്കുന്നു? ആ ഭാവത്തിന് എന്തുണ്ടാക്കുന്നു? വൈകല്യമുണ്ടാക്കുന്നു, നാശമുണ്ടാക്കുന്നു. എന്നാൽ 8ാം ഭാവത്തിൽ ബുധൻ വന്നാൽ ഒറ്റഫലമാണ് ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്നത്. വിശ്രുത ഗുണാഹ. ധാരാളം ഗുണങ്ങൾ ഉണ്ടാകും ഒരു വ്യക്തിക്കെന്നാണ്. ചമത്കാര ചിന്താമണി അത് അടിവരയിട്ട് പറയുന്നു. ശതഞ്ജീവിനോരന്ധ്രകേ രാജപുത്രേ ഭവന്തീഹ ദേശാന്തരേ വിശ്രുതാസ്തേ. അന്യദേശത്തെ പേരും പ്രശസ്തിയും ഉണ്ടാക്കുന്നു. അവർ 100 ആയുസ് വരെ ജീവിക്കുന്നു. നിധാനം നൃപാത് വിക്രയാത്മാ ലഭന്തേ. തൻ്റെ പരാക്രമത്തിലൂടെ, ഉത്സാഹത്തിലൂടെ രാജാവ്, അധികാരി തനിക്ക് സീറ്റ് തരും, ഇരിപ്പിടം തരും. യുവത്യുത്സവം ക്രീഡനം പ്രീതിമന്ദഹ. ജീവിതത്തിൽ അവസാന കാലത്ത് നല്ല സന്തോഷത്തെ പ്രാപിക്കും. യുവതികളുമായിട്ട് ഉത്സവം ഉണ്ടാക്കും. എല്ലാ മെറ്റീരിയൽ ലൈഫും ഭൗതിക സുഖവും അനുഭവിക്കാൻ ഈ ബുധൻ ഒരു വ്യക്തിയെ എന്താക്കുന്നു? പ്രാപ്തനാക്കുന്നു. അതാണ് ബുധൻ. നമുക്ക് ഇനി ഈ മേടൻ രാശി മുതൽ 12 രാശികളിലും ബുധൻ്റെ ചാരവശാലുള്ള സഞ്ചാരവും അതെപ്രകാരമാണ് ഒരു വ്യക്തിക്ക് നന്മകളെ പ്രദാനം ചെയ്യുന്നതെന്നും ചിന്തിക്കാം. ഇനി
ബുധൻ എപ്പോഴാണ് മേടൻ രാശിയിൽ സഞ്ചരിക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കണം. 1200 മേടമാസം 23-ാം തീയതി മുതൽ ഒരു മാസക്കാലം, ഇടവമാസം 23-ാം തീയതി വരെയുള്ള ഒരു മാസക്കാലമാണ് ബുധൻ മേടത്തിൽ സഞ്ചരിക്കുന്നത്. കൃത്യമായി 30 ദിവസങ്ങൾ. അതായത് 2025 മെയ് മാസം 7-ാം തീയതി മുതൽ ജൂൺ മാസം 6-ാം തീയതി വരെയുള്ള 30 ദിനങ്ങളിലാണ് ബുധൻ മേടൻ രാശിയിൽ സഞ്ചരിക്കുന്നത്. ഈ 30 ദിവസക്കാലം ധാരാളമാണ്. കാരണം ഏത് സമയത്തും ഫലം ചെയ്യും ബുധൻ. അതുകൊണ്ടാണ് ബുധനാണ് മിഡിൽമാൻ, ബ്രോക്കർ, ഏജൻറ്റ്, ദൗത്യം നിർവഹിക്കുന്ന ആൾ, മധ്യസ്ഥൻ, ഊഹക്കച്ചവടം, രജിസ്ട്രേഷൻ, ആധാരം, പ്രമാണങ്ങൾ, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു ബുധൻ. ഈ മേഖലകളിലുള്ളവർക്കൊക്കെ തന്നെ ബുധൻ ധാരാളം സമ്പത്തിനെ പ്രദാനം ചെയ്യും ഈ 30 ദിവസക്കാലം. ഏതെല്ലാം രാശിക്കാർക്ക് ഗുണമാകുന്നു എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ള പ്രേക്ഷകരെ, അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് കർക്കിടകൻ രാശിക്കാരുടെ ചാരവശാലുള്ള ബുധൻ്റെ മാറ്റം ഈ രാശിക്കാർക്ക് എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നെന്ന വിഷയമാണ്. പുണർദം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു കർക്കിടകം രാശി. ഇവിടെ കർക്കിടക രാശിക്കാർക്ക് ബുധൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് 10-ാം ഭാവത്തിലാണ്. 10-ൽ ബുധൻ നിൽക്കുന്നത് വളരെയധികം നല്ലതാണ്. സധനഹ എന്നാണ് ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്നത്. ധനത്തോടു കൂടിയ വ്യക്തി എന്നാണ്. അവിടെ നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കണം. കാരണം ഇവിടെ ഉച്ചസ്ഥനായ ധനാധിപനാണ്. കർക്കിടകൻ രാശിയുടെ ധനം, വെൽത്ത് പ്ലാനറ്റ് 2-ാം ഭാവം ആദിത്യനാണ്. ആ ആദിത്യൻ ഉച്ചസ്ഥനാണെന്ന്. ആ ആദിത്യനോട് കൂടിയാണ് ബുധൻ നിൽക്കുന്നത്. അത് നിപുണയോഗമാണ്. അതിനാൽ ധാരാളം ധനാഗമമാർഗം തന്നെ മുന്നിൽ തുറക്കപ്പെടുന്നു. ആർക്ക്? കർക്കിടകം രാശിക്കാർക്ക് പുതിയൊരു ധനാഗമമാർഗം ഉണ്ടാകുന്നു. അത് വീട് നിർമ്മാണമാകാം, ഭൂമി വാങ്ങൽ, ഭൂമി വിൽക്കലാകാം. പ്രത്യേകിച്ച് ഇവിടെ ശ്രദ്ധിക്കണം, ഗാംബ്ലിങ്ങുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾക്ക്, ഊഹക്കച്ചവടം, മതിച്ച് കച്ചവടം, ഇതിനൊക്കെ സമയം നോക്കുന്നവർക്കൊക്കെ ഏറ്റവും അനുകൂലമാണ്. അതിനാൽ കടപ്പുറത്ത് തോണി ഇറക്കാൻ ഏറ്റവും തന്നെ അനുകൂലമായ സമയം നോക്കി ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എൻ്റെ വടകരയിലുള്ള ഒരു വലിയ ജ്യോതിഷിയുണ്ട്, വല്യകുളങ്ങര ഗോവിന്ദ പണിക്കർ. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ജ്യോതിഷം പഠിക്കുന്ന സമയത്ത് പലപ്പോഴും മടപ്പള്ളിയിലുള്ള മീൻ കച്ചവടക്കാർ അവർ ബോട്ട് ഇറക്കുക, വള്ളം ഇറക്കുക, തോണി ഇറക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ കവടി വെച്ചിട്ട് അവർ പോകാറുണ്ട്. അക്കാലത്ത് എന്തില്ല, ഫോണുകളൊന്നുമില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. 3 പേർ വന്ന് കവടി വെച്ചിട്ട് തോണി ഇറക്കേണ്ട കാര്യം ഏത് ഭാഗത്തേക്ക് പോകണമെന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഗോവിന്ദ പണിക്കർ പറയുന്ന സമയത്തേക്ക് മടപ്പള്ളിയിൽ നിന്നും ആളുകൾ ഓടി വന്ന് പറഞ്ഞു, വള്ളം റെഡിയായി, ചാകര ഇന്ന സ്ഥലത്തുണ്ട്. എൻ്റെ ഗുരുനാഥൻ പറഞ്ഞ ഭാഗത്തേക്കാണ് ചാകര വന്നത്. എനിക്ക് ഇന്നും അതൊരു വലിയ അനുഭവമാണ്. സത്യം പറഞ്ഞാൽ ഈ വന്ന 3-4 പേർ ദക്ഷിണോലും വെക്കാതെ ഓടിപ്പോയി. പിന്നീട് എന്നോട് ഗോവിന്ദ പണിക്കർ പറഞ്ഞു, 4 ദിവസം കഴിഞ്ഞ് അവർ സമൃദ്ധമായി മത്സ്യവും വലിയ തുക കാണിക്ക പോലെ ഇദ്ദേഹത്തിന്